കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ യുവതിയെയും യുവാവിനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഷേർലി മാത്യു, കോട്ടയം സ്വദേശിയെന്ന് കരുതുന്ന യുവാവ് എന്നിവരാണ് മരിച്ചത്. 6 മാസം മുമ്പാണ് ഭർത്താവ് മരിച്ച ഷേർലി കൂവപ്പള്ളിയിലെ കുളപ്പുറത്ത് താമസത്തിനെത്തിയത്. ഷേർലിയെ വീടിന്റെ തറയിൽ മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 9:30-യോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഷേർലിയെ ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പരിചയക്കാരിൽ ഒരാൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്തായാലും സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടി. ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയായിരുന്നു സംഭവത്തിന് ശേഷം പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഷേർലിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അന്വേഷിച്ചെത്തിയത്. തുടർന്ന് അവർ തന്നെ ഇത്തരത്തിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. കിടപ്പുമുറിയിലെ കട്ടിലിനോട് ചേർന്ന് കഴുത്തറക്കപ്പെട്ട് രക്തം വാർന്ന നിലയിലായിരുന്നു ഷേർലിയുടെ മൃതദേഹം. യുവാവിനെ വീടിന്റെ സ്റ്റെയർകേസിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ പിൻവാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. 7 മാസം മുൻപാണ് ഭർത്താവ് മരിച്ച ഷേർലി കൂവപ്പള്ളിയിലെ വീട്ടിൽ താമസിക്കാനെത്തിയത്. വിവരമറിഞ്ഞ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. എന്തായാലും കൂവപ്പള്ളിയിലെ ഷേർലിയുടെയും ജോബിന്റെയും മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജോബുമായി വഴക്കുണ്ടാക്കിയെന്നും തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഷേർലി മറ്റൊരു സുഹൃത്തിനെ ഞായറാഴ്ച വൈകിട്ട് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇദ്ദേഹം രാത്രി തിരികെ വിളിച്ചെങ്കിലും ഷേർലി ഫോൺ എടുക്കാതെ വന്നതോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ വീടിന്റെ കിടപ്പുമുറിയിൽ നിലത്ത് ഷേർലിയെ രക്തം വാർന്ന് മരിച്ച നിലയിലും ഹാളിലെ സ്റ്റെയർകേസ് കമ്പിയിൽ ജോബിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. 8 മാസമായി ജോബ് ഷേർലിയോടൊപ്പം ഈ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും ബന്ധുവാണെന്നാണ് അറിയിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഭർത്താവ് മരിച്ചതോടെയാണ് ഷേർലി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത്. മുക്കാലിയിൽ വാടകയ്ക്ക് താമസിച്ച ശേഷം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ഇവരുടെ നേരത്തെയുള്ള ബന്ധത്തിലെ മകൻ ഇവിടെ എത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു.